പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. ആഫ്രോ ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിൽ മുസ്ലിം ഖിലാഫത്തിന്റെ കീഴിൽ നടന്ന രാഷ്ട്രീയവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ. ഈ കാലഘട്ടം ഇസ്ലാമിക നാഗരികതയുടെ സുവർണ കാലഘട്ടം കൂടിയായിരുന്നു. ഈ പഠനത്തിലൂടെ നമ്മൾ ചില പ്രധാന ലക്ഷ്യങ്ങൾ കൈവരിക്കും. ഫാത്തിമി സാമ്രാജ്യത്തെക്കുറിച്ച് വിശദമായി പഠിക്കുക, പ്രധാനപ്പെട്ട മുസ്ലിം രാജവംശങ്ങളെ താരതമ്യം ചെയ്യുക, ആഫ്രോ ഏഷ്യൻ മേഖലയിലെ സാമ്രാജ്യങ്ങളുടെ വളർച്ചയുടെയും തകർച്ചയുടെയും കാരണങ്ങൾ കണ്ടെത്തുക, ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക വികാസത്തെക്കുറിച്ച് മനസ്സിലാക്കുക, പ്രധാനപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരെയും അവരുടെ സംഭാവനകളെയും കുറിച്ച് പഠിക്കുക, കുരിശുയുദ്ധങ്ങളെയും അതിന്റെ അനന്തരഫലങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുക, മംഗോളിയൻ അധിനിവേശങ്ങളെക്കുറിച്ച് പഠിക്കുക, ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ബുദ്ധിപരമായ സംഭാവനകളെക്കുറിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഓരോ വിഷയങ്ങളായി വിശദമായി പരിശോധിക്കാം. ഫാത്തിമി സാമ്രാജ്യം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു തിളക്കമാർന്ന അധ്യായമാണ്. ഷിയ ഇസ്ലാമിന്റെ ഇസ്മായിലി പ്രസ്ഥാനത്തിൽ നിന്നാണ് ഈ സാമ്രാജ്യം ഉത്ഭവിക്കുന്നത്. ഇസ്മായിലി പ്രസ്ഥാനം ഷിയ ഇസ്ലാമിന്റെ ഒരു പ്രധാന ശാഖയാണിത്. ആറാമത്തെ ഇമാമായിരുന്ന ജാഫർ അൽ സാദിഖിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പിന്തുടർച്ച അവകാശത്തെച്ചൊല്ലി ഷിയാക്കൾക്കിടയിൽ ഒരു ഭിന്നതയുണ്ടായി. അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിലിനെ പിന്തുടച്ചവർ ഇസ്മായിലി ഷിയാക്കൾ എന്നും മൂസ അൽ കാദുമിയെ പിന്തുടർന്നവർ ഇഥ്നാ അശരി ഷിയാക്കൾ എന്നും അറിയപ്പെട്ടു. ഇസ്മായിലി ഷിയാക്കളാണ് ഫാത്തിമി സാമ്രാജ്യത്തിന് അടിത്തറപ്പാകിയത്. 909 CE-ൽ സയീദ് ഇബ്ൻ ഹുസൈൻ അഥവാ ഉബൈദുള്ള അൽ മഹദി വടക്കേ ആഫ്രിക്കയിലെ തുനീഷ്യയാണ് ഈ സാമ്രാജ്യം സ്ഥാപിച്ചത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയുടെ പിൻഗാമികളാണെന്ന് അവർ അവകാശപ്പെട്ടു. അതുകൊണ്ടാണ് ഈ സാമ്രാജ്യത്തിന് ഫാത്തിമി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 60 വർഷത്തോളം അവർ ആഫ്രിക്കയിൽ ഭരണം നടത്തി. തുടക്കത്തിൽ മൊറോക്കോ മുതൽ ഈജിപ്റ്റ് വരെ അവരുടെ ഭരണം വ്യാപിപ്പിച്ചിരുന്നു. പിന്നീട് ഈജിപ്റ്റ് കീഴടക്കിയപ്പോൾ അവർ തങ്ങളുടെ തലസ്ഥാനം ഇന്നത്തെ ഈജിപ്റ്റിലുള്ള കെയ്റോയിലേക്ക് മാറ്റി. കെയ്റോയെ ഒരു മഹാനഗരമാക്കി മാറ്റുന്നതിൽ ഫാത്തിമികൾക്ക് വലിയ പങ്കുണ്ട്. പ്രധാനപ്പെട്ട ഫാത്തിമി ഭരണാധികാരികളിൽ അൽ മൊയിസ് ഈജിപ്റ്റ് കീഴടക്കി ഫാത്തിമി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കെയ്റോയിലേക്ക് മാറ്റി. അൽ അസീസ് ബില്ല അടുത്ത ഭരണാധികാരിയായിരുന്നു. അൽ ഹക്കീം ഒരു വിവാദപരമായ ഭരണം കാഴ്ചവെച്ചു. ഫാത്തിമികൾ പല മേഖലകളിലും വലിയ സംഭാവനകൾ നൽകി. ചെങ്കടൽ വഴിയുള്ള വ്യാപാരപാത അവർ വികസിപ്പിച്ചു. ഇത് കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങൾക്കിടയിൽ വാണിജ്യം വർദ്ധിക്കാൻ സഹായിച്ചു. കെയ്റോയൊരു പ്രധാന സാംസ്കാരിക കേന്ദ്രമായി വളർന്നു. വിജ്ഞാനത്തിനും കലകൾക്കും അവർ വലിയ പ്രോത്സാഹനം നൽകി. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ സർവകലാശാലകളിൽ ഒന്നായ അൽ അസ്ഹർ സർവകലാശാല സ്ഥാപിച്ചത് ഫാത്തിമികളാണ്. ഇന്നും ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസവും മതേതര വിദ്യാഭ്യാസവും നൽകുന്ന ഒരു പ്രധാന സ്ഥാപനമാണിത്. ശക്തമായൊരു സാമ്രാജ്യമായിരുന്നിട്ടും ഫാത്തിമികൾക്ക് പല കാരണങ്ങൾ കൊണ്ടും തകർച്ച നേരിടേണ്ടി വന്നു. കാലക്രമേണ അവരുടെ സൈനിക ശക്തി ക്ഷയിച്ചു. സാമ്രാജ്യത്തിനുള്ളിൽ ആഭ്യന്തര കലാപങ്ങളും വഴക്കുകളും വർദ്ധിച്ചു. അവസാന കാലത്തെ ചില ഭരണാധികാരികളുടെ കഴിവില്ലായ്മയും സാമ്രാജ്യത്തിന്റെ ദൗർബല്യത്തിന് കാരണമായി. അവസാനം ഈജിപ്തിൽ ശക്തനായി ഉയർന്നുവന്ന സലാഹുദ്ദീൻ അയ്യൂബി 1171-ൽ ഫാത്തിമി ഖിലാഫത്ത് അവസാനിപ്പിച്ചു. ഫാത്തിമികൾ പടിഞ്ഞാറു ഭരിച്ചപ്പോൾ കിഴക്കൻ ഇസ്ലാമിക ലോകത്ത് മറ്റൊരു ശക്തമായ ശക്തി ഉയർന്നുവന്നു: സെൽജൂക്കുകൾ. 11ാം നൂറ്റാണ്ടിൽ മധ്യ ഏഷ്യയിൽ നിന്നും കുടിയേറിയ തുർക്കി വംശജരാണ് സെൽജൂക്കുകൾ. ഇവർ ക്രമേണ പേർഷ്യൻ ഭൂപ്രദേശങ്ങളിൽ തങ്ങളുടെ അധികാരം സ്ഥാപിച്ചു. തുഗ്രിൽ ബേഗ് സെൽജുക് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നു. ആൽപ് അർസലാൻ ബൈസന്റൈൻ സാമ്രാജ്യത്തിനെതിരെ മൻസീക്കറ്റ് യുദ്ധത്തിൽ വലിയ വിജയം നേടി. ഇത് ഏഷ്യ മൈനറിൽ തുർക്കി സ്വാധീനം വർദ്ധിക്കാൻ കാരണമായി. സെൽജൂക്ക് ഭരണകാലത്തെ ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രിയായിരുന്നു നിസാം അൽ മുൽക്ക്. ഇദ്ദേഹം സ്ഥാപിച്ച നിസാമിയ മദ്രസകൾ ഇസ്ലാമിക ലോകത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി മാറി.
ഇവിടെ മതപരമായ വിഷയങ്ങളോടൊപ്പം ഗണിതം, വൈദ്യം, തത്വശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളും പഠിപ്പിച്ചിരുന്നു. സെൽജൂക്കുകൾ ഇസ്ലാമിക നാഗരികതയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. അവർ പേർഷ്യൻ ഭാഷയെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും കലയ്ക്കും പ്രാധാന്യം നൽകി. നിസാമിയ മദ്രസകളുടെ സ്ഥാപനം വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ പ്രതിബദ്ധതയുടെ തെളിവാണ്. കല, വാസ്തുവിദ്യ, സാഹിത്യം എന്നിവയും അവരുടെ ഭരണകാലത്ത് വലിയ വികാസം പ്രാപിച്ചു. അയ്യൂബി സാമ്രാജ്യം. ഫാത്തിമി ഖിലാഫത്തിന്റെ തകർച്ചയോടെ ഈജിപ്തിൽ അധികാരം സ്ഥാപിച്ചത് സലാഹുദ്ദീൻ അയ്യൂബിയാണ്. ഇദ്ദേഹം സ്ഥാപിച്ച സാമ്രാജ്യമാണ് അയ്യൂബി സാമ്രാജ്യം. ഇസ്ലാമിക ലോകത്തെ എക്കാലത്തെയും മഹാനായ സൈനിക നേതാക്കളിൽ ഒരാളാണ് സലാഹുദ്ദീൻ യൂസുഫ് ഇബ്നു അയ്യൂബ് എന്ന സലാഹുദ്ദീൻ അയ്യൂബി. 1171-ൽ ഫാത്തിമി ഖിലാഫത്തിനെ അവസാനിപ്പിച്ച് ഇദ്ദേഹം ഈജിപ്തിൽ സ്വന്തം ഭരണം സ്ഥാപിച്ചു. പിന്നീട് സിറിയ, യമൻ തുടങ്ങിയ പ്രദേശങ്ങളും ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാക്കി. കുരിശുയുദ്ധക്കാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയാണ് ഇദ്ദേഹം പ്രശസ്തനായത്. അയ്യൂബി സാമ്രാജ്യത്തിന്റെ സംഭാവനകൾ. ഈജിപ്തിനെ ഒരു ശക്തമായ സൈനിക ശക്തിയാക്കി മാറ്റി. വ്യാപാരമേഖലയിൽ വലിയ പുരോഗതിയുണ്ടായി. നിരവധി പള്ളികളും കോട്ടകളും ആശുപത്രികളും ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടു. ഇസ്ലാമിക ലോകത്തെയും യൂറോപ്പിനെയും ഒരുപോലെ സ്വാധീനിച്ച ഒരു പരമ്പര യുദ്ധങ്ങളായിരുന്നു കുരിശുയുദ്ധങ്ങൾ. പ്രധാനമായും ജെറൂസലേം ഉൾപ്പെടെയുള്ള വിശുദ്ധ സ്ഥലങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള ക്രൈസ്തവരുടെ ലക്ഷ്യമായിരുന്നു ഇതിനു പിന്നിൽ. യൂറോപ്പിലെ ജനസംഖ്യാ വർധനവ്, ഭൂമിക്ക് വേണ്ടിയുള്ള ആഗ്രഹം, സാഹസിക മനോഭാവം തുടങ്ങിയ ഘടകങ്ങളും ഇതിനു കാരണമായി. നിരവധി കുരിശുയുദ്ധങ്ങൾ നടന്നെങ്കിലും മൂന്നാം കുരിശുയുദ്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം യൂറോപ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തി ജെറുസലേം തിരിച്ചുപിടിച്ചു. ഇത് സലാഹുദ്ദീന് വലിയ പ്രശസ്തി നേടിക്കൊടുത്തു. കുരിശുയുദ്ധങ്ങളുടെ അനന്തരഫലങ്ങൾ. യൂറോപ്പിനും കിഴക്കിനുമിടയിൽ പുതിയ വ്യാപാര ബന്ധങ്ങൾ ആരംഭിച്ചു. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ സാംസ്കാരികവും ബൗദ്ധികവുമായ കൈമാറ്റങ്ങൾ നടന്നു. യൂറോപ്യന്മാർ ഇസ്ലാമിക ലോകത്തുനിന്നും ഗണിതം, വൈദ്യം, തത്വശാസ്ത്രം, വാസ്തുവിദ്യ തുടങ്ങിയ പല അറിവുകളും സ്വായത്തമാക്കി. ഈ യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറുമിടയിൽ വലിയ തോതിലുള്ള വെറുപ്പും ശത്രുതയും വളർത്തി. അയ്യൂബി സാമ്രാജ്യത്തിനു ശേഷം ഈജിപ്തിൽ അധികാരം സ്ഥാപിച്ചത് മംലൂക്കുകളാണ്. പേരിനർത്ഥം ഉടമസ്ഥതയിലുള്ളത് അല്ലെങ്കിൽ അടിമ എന്നാണ്. മംലൂക്കുകൾ അടിസ്ഥാനപരമായി അടിമകളായിരുന്ന സൈനികരായിരുന്നു. അവരെ സൈനിക സേവനത്തിനായി പരിശീലിപ്പിക്കുകയും പിന്നീട് സൈന്യത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്തു. ക്രമേണ അവർക്ക് രാഷ്ട്രീയ സ്വാധീനം ലഭിക്കുകയും ഈജിപ്തിൽ സ്വന്തം ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. മംലൂക്ക് ഭരണാധികാരികളിൽ ഏറ്റവും പ്രമുഖൻ ബൈബേഴ്സ് ആയിരുന്നു. ഇദ്ദേഹം മംഗോളിയൻ ആക്രമണങ്ങളെ വിജയകരമായി ചെറുക്കുകയും ഇസ്ലാമിക ലോകത്തിന് വലിയ സംരക്ഷണം നൽകുകയും ചെയ്തു. മംലൂക്കുകളുടെ സംഭാവനകൾ. മംലൂക്കുകളാണ് മംഗോളിയൻ സാമ്രാജ്യത്തെ ചെറുക്കുകയും ഇസ്ലാമിക ലോകം പൂർണ്ണമായും തകരാതെ സംരക്ഷിക്കുകയും ചെയ്ത പ്രധാന ശക്തി. അവരുടെ ഭരണകാലത്തും കല, സാഹിത്യം, വാസ്തുവിദ്യ എന്നിവയിൽ വലിയ പുരോഗതിയുണ്ടായി. കൈറോ വീണ്ടും ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമായി മാറി. ഇസ്ലാമിക ലോകത്തെ വലിയ ആഘാതമേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു മംഗോളിയൻ അധിനിവേശം. 13-ാം നൂറ്റാണ്ടിൽ ചെങ്കിസ് ഖാന്റെ ചെറുമകനായ ഹൂലാഗു ഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോളിയൻ സൈന്യം പേർഷ്യയും മെസോപ്പൊട്ടേമിയയും ആക്രമിച്ചു. 1258-ൽ അവർ ബാഗ്ദാദ് നഗരം വളയുകയും നശിപ്പിക്കുകയും ചെയ്തു. അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാനമായിരുന്ന ബാഗ്ദാദിലെ ബൈത്തുൽ ഹിക്മ എന്ന ലോകപ്രശസ്ത വിജ്ഞാന കേന്ദ്രം മംഗോളിയൻ ആക്രമണത്തിൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ ടിഗ്രിസ് നദിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തതായി പറയപ്പെടുന്നു. ഇത് ഇസ്ലാമിക ലോകത്തിന് വലിയൊരു സാംസ്കാരിക നഷ്ടമായിരുന്നു. മംഗോളിയൻ ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ. ഇസ്ലാമിക ലോകത്ത് വലിയ പര്യാഘാതം സംഭവിച്ചു. അബ്ബാസി ഖനാഫത്ത് എന്ന ആശയം അവസാനിച്ചു. നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും നഗരങ്ങളും തകർന്നു. അക്രമികളായിരുന്ന മംഗോളിയർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാമിക നാഗരികതയുടെ ഭാഗമായി മാറുകയും ചെയ്തത് ചരിത്രത്തിലെ ഒരു വിരോധാഭാസമാണ്. ഈ കാലഘട്ടം രാഷ്ട്രീയ അസ്ഥിരതകളിലൂടെ കടന്നുപോയെങ്കിലും ഇസ്ലാമിക ലോകം ബൗദ്ധിക മേഖലയിൽ വലിയ സംഭാവനകൾ നൽകി. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ചിന്തകനിലൊരാളാണ് ഇമാം ഗസാലി. തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, സൂഫിസം എന്നിവയിൽ ഇദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. ഇദ്ദേഹത്തിന്റെ ഇഹ്യ ഉലൂമിദ്ദീൻ എന്ന ഗ്രന്ഥം ഇസ്ലാമിക ചിന്തയിൽ വലിയ സ്വാധീനം ചെലുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ നിസാമിയ മദ്രസകളും അൽ-അസ്ഹർ സർവകലാശാലയും ഇസ്ലാമിക ലോകത്ത് വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യം, രസതന്ത്രം തുടങ്ങിയ മേഖലകളിൽ മുസ്ലിം പണ്ഡിതന്മാർ വലിയ മുന്നേറ്റങ്ങൾ നടത്തി. യൂറോപ്പിന് പല അറിവുകളും ഇസ്ലാമിക ലോകത്തുനിന്നാണ് ലഭിച്ചത്.